നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ നാളത്തെ അടിപൊളി പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഡോക്ടർ രാഗിയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഗിക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള അസുഖം തന്നെയാണ്. ഇനി സന്തോഷമായിട്ട് ഇരിക്കണമെന്നും ആരോടും വാശിയും വൈരാഗ്യം വേണ്ടാമെന്നൊക്കെ ഡോക്ടർ പറയുന്നു. പിന്നീട് രാഗി തിരിച്ചെത്തുമ്പോൾ കാണുന്നത് തുളസി അമ്മിണിയമ്മയ്ക്ക് നല്ലത് കൊടുക്കുന്നതാണ് കേട്ടോ. തള്ളെ, നിങ്ങൾ ഒറ്റൊരുത്തിയാണ് രാഗി ചേച്ചിയും രാജീവ് മേനോൻ സാറിനെയും തമ്മിൽ പിരിക്കാനായിട്ട് കാരണക്കാരിയായത്. നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ചല്ലേ ഇതുവരെ അവരുടെ പ്രശ്നത്തെ കൊണ്ടെത്തിച്ചത്. മിക്കവാറും നിങ്ങൾ അന്ത്യ രാജീവൻ സാറിൻ്റെ കൈകൊണ്ടായിരിക്കും. അത് അങ്ങനെ ആവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുന്നു. അതേടി, ഞാൻ അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ കേട്ട് തുള്ളാൻ പോകുന്നു. ഇവിടെ ഉള്ളവരെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ അമ്മിണിയമ്മയും പറയാട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് രാഗി നിൽക്കുന്നു. രാഗിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും കൂടെ തങ്ങളുടെ ജീവിതം കളിപ്പാട്ടം പോലെ തട്ടിക്കളിക്കുകയായിരുന്നു എന്നൊക്കെ രാഗി തിരിച്ചറിയുന്നു. തിരിച്ചെത്തുന്ന രാഗി ഒരു പുതിയ രാഗിയായിട്ടാട്ടോ വരുന്നത്. രാഗിയിലെ ദേഷ്യവും വൈരാഗ്യവും എല്ലാം മാറി. അങ്ങനെ രാജീവൻ്റെ മുകളിലത്തെ നിലയിലേക്ക് രാഗി വലതുകാല് വെച്ച് കയറുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് രാഗി രാജീവനോട് വളരെ സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ, രാജീവേട്ടൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. ഇനി രാജീവേട്ടന് ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല. കുട്ടികൾക്ക് രാജീവേട്ടനെ വേണം. ഇനി രാജീവേട്ടനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരാമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ രാജീവേട്ടൻ ഇവിടെ നിന്ന് പോകരുതെന്ന് രാഗി പറയുകട്ടോ ചെയ്യുന്നത്. അതും വളരെ താന്ന് വീണൊക്കെയാണ് കേട്ടോ രാഗി പറയുന്നത്. രാജീവേട്ടന് ഇനി ഒരു ബുദ്ധിമുട്ടും താനായിട്ട് ഉണ്ടാക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നു. എല്ലാം മറക്കണമെന്നും ക്ഷമിക്കണമെന്നും ഒക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന രാജീവന് അന്തം വിടുക കേട്ടോ ചെയ്യുന്നത്. രാഗിയിൽ ഇങ്ങനൊരു മാറ്റം ഇത്രയും പെട്ടെന്ന് ഉണ്ടാവാനായിട്ട് എന്തായിരിക്കും കാരണം എന്നിങ്ങനെ രാജീവൻ ചിന്തിക്കുകട്ടോ ചെയ്യുന്നത്. പിന്നീട് കുട്ടികളോട് ആ സന്തോഷ വാർത്ത രാഗി പറയാട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛനും നമ്മുടെ കൂടെ ഉണ്ടാവും, കേട്ടല്ലോ. ഇനി നമ്മൾ എല്ലാവരും കൂടെ പഴയതുപോലെ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതെന്താണെന്നുള്ള രീതിയിൽ അമ്മിണിയമ്മ ഞെട്ടിത്തെരിച്ച് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നു. അപ്പോൾ ചന്തു ചോദിക്കുന്നു, സത്യമാണോ അമ്മേ എന്നിങ്ങനെ ചോദിക്കുന്നു. അതേ, സത്യം എന്ന് പറയുന്നു. കുട്ടികൾ ഓടി രാജീവൻ്റെ അടുക്കലേക്ക് പോവാട്ടോ ചെയ്യുന്നത്. പതുക്കെ പോകുന്ന രാഗി പറയുന്നുണ്ട്. രാജീവനെ ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോകുന്നത്. അമ്മിണിയമ്മയ്ക്ക് ഇതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്ന് അറിയാത്ത അവസ്ഥയിലാവുന്നു. ഇതെന്താ ഇവിടെ നടക്കുന്നത്? കടിച്ചു കീറാൻ തിന്നാൻ നിന്നവർ ഇപ്പോഴേ ഒന്നായോ എന്നുള്ള രീതിയിൽ. പിന്നീട് കുട്ടികളാണെങ്കിൽ രാജീവനെ കയ്യിൽ പിടിച്ച് വലിക്കുകട്ടോ ചെയ്യുന്നത്. താഴെ പോയി ആഹാരം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി രാജീവൻ താഴെ വന്നിരിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി പറയുന്നുണ്ട്, ഇനി എല്ലാ ദിവസവും നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് വേണം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്, കേട്ടോ രാജീവേട്ടാന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന രാജീവൻ്റെ തലയിൽ നെറുകയിൽ കയറുക കേട്ടോ ചെയ്യുന്ന ഭക്ഷണം. ഉടനെ തന്നെ രാഖി വെള്ളം എടുക്കാനായിട്ട് ഓടുന്നു, തല തട്ടി കൊടുക്കുന്നു. എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അമ്മിണിയമ്മ വായിൽ വിരലും വെച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതെന്ത് സംഭവമൊന്നും അമ്മിണിയമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ രാജീവനെ പരിചരിക്കുന്ന രാഖിയെ കാണാൻ കേട്ടോ. അപ്പോൾ രാഖിക്കുള്ള ഒരു അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രാഗി അധികം നാൾ ജീവനോട് ഇരിക്കില്ല എന്നുള്ളതുകൊണ്ടാട്ടോ രാഗി ഇതെല്ലാം ചെയ്യുന്നത്.